ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേൾഡിലെ തന്നെ റിച്ചസ്റ്റ് കൺട്രികളിൽ ഒന്നായ ലക്സംബർഗ്. ഒരു യൂറോപ്യൻ കൺട്രി കൂടിയാണ്, ഒരു ഷെങ്കൻ കൺട്രി കൂടിയാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെ നമുക്ക് ജോലിക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ജോലി അവസരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ അത് നമുക്ക് ലഭിക്കും, ഏത് ലിങ്കിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്കത് മുഴുവനായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാകാൻ പോകുന്ന ഡൗട്ടാണ്, ലക്സംബർഗിലേക്കൊക്കെ അങ്ങനെ എളുപ്പത്തിൽ പോകാൻ പറ്റുമോ, വർക്ക് വിസയൊക്കെ എളുപ്പത്തിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ഏജൻസിൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് കിട്ടാൻ ഭയങ്കര പാടാണോ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഡൗട്ട് തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാര്യം ഒരു 2 കൊല്ലം വരെ അല്ലെങ്കിൽ 1 കൊല്ലം മുമ്പ് വരെ ഇത് സത്യം തന്നെയായിരുന്നു. ലക്സംബർഗിലേക്കൊക്കെ പോകാൻ വളരെ പാട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു വർക്ക് വിസ കിട്ടാൻ ഭയങ്കര പാട് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലക്സംബർഗ് പോലത്തെ അടിപൊളി റിച്ചസ്റ്റ് കൺട്രീസ് അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് യൂറോപ്യൻ കൺട്രീസൊക്കെ നോൺ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള ആളുകൾക്ക് വിസ നൽകി തുടങ്ങി. അതായത് യൂറോപ്പിന് പുറത്തുള്ള ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, ഏഷ്യ കോണ്ടിനെൻറ്റിലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെയും വിസ നൽകി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനും കാരണം. ആദ്യം തന്നെ ഇപ്പോൾ നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് വിസ കൊടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ലക്സംബർഗിൽ ഇപ്പോൾ ഈയിടെ വന്നിരിക്കുന്ന ന്യൂ ലേബർ ലോ ചേഞ്ചസിൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ന്യൂ ലേബർ ലോ ചേഞ്ചസ് വരാനുള്ള കാരണം തന്നെ ഇപ്പോൾ ലക്സംബർഗിൽ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ് വേക്കൻസീസ് ഒരുപാട് തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയും ഇന്ത്യൻസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻസ് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ലക്സംബർഗിലേക്കൊക്കെ വർക്ക് വിസയിലേക്കൊക്കെ കയറി പോകുന്നതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോലെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് തന്നെയാണ്. ആ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഏത് സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വഴി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത്, പലരും അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആവുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു യൂറോപ്യൻ CV ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു യൂറോപ്പാസ് CV ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആദ്യം തന്നെ വേണ്ടത് ഒരു യൂറോപ്പാസ് CV ആണ്, അല്ലെങ്കിൽ യൂറോപ്യൻ ഫോർമാറ്റിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു CV തന്നെയാണ് നമുക്ക് ആദ്യം വേണ്ടത്. പലരും നമ്മൾ ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു CV വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള മെയിൻ കാരണവും അതൊക്കെ തന്നെയാണ്. സോ ആദ്യം തന്നെ ഒരു യൂറോപ്പാസ് CV ഉണ്ടാക്കുക. അതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയും ഗൂഗിളിൽ ഇഷ്ടംപോലെ തന്നെയുണ്ട്. യൂറോപ്പാസ് CV മേക്കർ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ സൈറ്റ് ആക്സസ് ചെയ്ത് നിങ്ങൾക്കൊരു യൂറോപ്പാസ് CV ഉണ്ടാക്കാവുന്നത് തന്നെയാണ്. സോ ആദ്യം തന്നെ അത് ഉണ്ടാക്കുക. പിന്നെ യൂറോപ്പായ ലക്സംബർഗിൽ, യൂറോപ്യൻ കൺട്രിയായ ലക്സംബർഗിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫോർ ഒരു സ്കിൽഡ് ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ, ഒരു സ്കിൽഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രൊഫഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഒരു ആനുവൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് 1,20,000 euros ആണ് ഒരു ആവറേജ് ആനുവൽ സാലറി. അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 80,000 euro ആണ് ആവറേജ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. സോ അതൊരു വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ലക്സംബർഗിൽ 75% ഉള്ള ആൾക്കാരും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സോ ഒരു ബേസിക്കായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുമാത്രമല്ല, ഒരു വർക്ക് വിസയിൽ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് IELTS പോലത്തെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളും ഒന്നും ആവശ്യം തന്നെയില്ല. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുമാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രെയിനും ബസ്സും ഒക്കെ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മന്ത്ലി സാലറിക്ക് തന്നെ എന്ന് പറയുന്നത് ഒരു 3,500 പ്ലസ് euro ആണ് ഒരു മന്ത്ലി സാലറി ഫോർ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് പ്രൊഫഷൻസിന് പറയുന്നത്. അപ്പോൾ തന്നെ ഇപ്പോഴും ഒരുപാട് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അതുപോലത്തെ ടെക്നിക്കൽ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ജോലീസ് ഇഷ്ടം പോലെ അവിടെ വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായി പറയാം. അതുമാത്രമല്ല, ഏത് സൈറ്റിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു സ്ക്രീൻ റെക്കോർഡിങ്ങോടെ കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായി കാണുക. നിലവിൽ ലക്സംബർഗിൽ മോസ്റ്റ് ഡിമാൻഡഡ് ജോബ്സ് ഇൻ സ്കിൽഡ് പ്രൊഫഷൻസ് എന്ന് പറയുന്നതൊക്കെ തന്നെയും പ്രൊജക്ട് മാനേജർ, സീനിയർ പ്രൊജക്ട് മാനേജർ, ID പ്രൊജക്ട് മാനേജർ, ലീഗൽ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയേഴ്സ്, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നിവയൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡഡ് ജോബ്സ്. അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള പറ്റിയ മോസ്റ്റ് ഡിമാൻഡഡ് ജോബ്സ് എന്ന് പറയുന്നത് ക്ലീനേഴ്സ് അല്ലെങ്കിൽ ഡെലിവറി ജോബ്സ് അല്ലെങ്കിൽ വെയർ ഹൗസ് ജോബ്സ് എന്നിവയൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയും ഫ്രഷേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഒരു യൂറോപ്പാസ് CV മസ്റ്റായിട്ട് ഉണ്ടാക്കുക. അത് വെച്ച് തന്നെയും പല സൈറ്റിലൂടെ അപ്ലൈ ചെയ്യുക. ഒരു തവണ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ 2 തവണ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും തളരരുത്. കുറേ കാലങ്ങളായി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് കിട്ടുന്നതാണ്. സോ ഒരു 10-20 തവണയൊക്കെ തന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക.
വൺ ഡേ നിങ്ങൾക്കൊരു മെയിൽ വരും, ഉറപ്പായിട്ടും വരും. തീർച്ചയായും നിങ്ങളെല്ലാവരും അതിൽ രക്ഷപ്പെടുകയും തന്നെ ചെയ്യും. സോ ഞാനത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഇതൊരു ഇൻഡീഡ് എന്ന് പറഞ്ഞ സൈറ്റിലൂടെ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകളുണ്ട്, അതിൻ്റെയൊക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻഡീഡിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ LU.Indeed എന്ന് സെർച്ച് ചെയ്യുക. LU എന്ന് പറയുന്നത് ലക്സംബർഗിൻ്റെ ഡൊമൈനാണ്. സോ ആദ്യം LU.Indeed എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പം ഇതിൽ ലക്സംബർഗ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾ ലക്സംബർഗിൽ തന്നെ ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുക. ലക്സംബർഗ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ വരും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ വെയർ ഹൗസ് സൂപ്പർവൈസേഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മളത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇതുപോലത്തെ കുറച്ച് വേക്കൻസി കാര്യങ്ങൾ വരും. ഇത് നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെയും അടിയിൽ വരും. സ്കിൽസ് വേണം, അല്ലെങ്കിൽ ഇത് ഫ്രഷേഴ്സിനാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനാണോ ഇത് വരുന്നതെന്നൊക്കെ പറഞ്ഞു തരാൻ വരും. ചില ജോബ്സൊക്കെ ആ കമ്പനീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് ഇവിടെ വരും. അപ്പോൾ ഡയറക്റ്റ്ലി അത് അതിൽ കൂടെ തന്നെ കയറി അപ്ലൈ ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ആ ജോലിയുടെ ഫുൾ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ വരും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, എഡ്യൂക്കേഷൻ എന്തൊക്കെ വേണം എന്നതിനെ പറ്റിയിട്ട് ഇതൊക്കെ വായിച്ച് നോക്കി ഇത് നിങ്ങൾ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഒരു തവണ അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ആരും വീണ്ടും അപ്ലൈ ചെയ്യാതിരിക്കരുത്. തീർച്ചയായും വീണ്ടും അപ്ലൈ ചെയ്യുക. സോ ഇതൊരു എക്സാമ്പിളാണ് ഇൻഡീഡ് കൂടെ അപ്ലൈ ചെയ്യാൻ. ഇതുപോലെ തന്നെ jobs.lu എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈറ്റ്സ് വേറെയുണ്ട്. Europe.lu എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈറ്റ് ഉണ്ട്. അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓരോന്നിലും കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ ലോജിസ്റ്റിക് സൂപ്പർവൈസർ, പ്രൊഡക്ഷൻ മാനേജർ, എല്ലാം പല ജോലികളിൽ ജോബ് വേക്കൻസീസ് ഉണ്ട്. ഫ്രഷേഴ്സിനും അല്ലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.